എടാ പുറത്താക്കാൻ ആൾക്കാർ നിന്നെ പുറത്താക്കാൻ പറഞ്ഞു, മാനേജ്മെന്റ് പുറത്താക്കാൻ. എനിക്ക് എന്നോട് പറഞ്ഞില്ല, നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു. എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നുന്നില്ല, എനിക്ക് വിഷമമാണ് കാണുമ്പോൾ. നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു. ആരുമില്ലല്ലോ, ഫുഡ് പോലും കിട്ടില്ല, ഇങ്ങള് മാത്രമേ ഉള്ളൂ. നീ കരച്ചിൽ നിർത്തും. നീ എക്സ്പ്ലെയിൻ എന്താന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആൾക്കാർ പറയുന്നത്. എക്സ്പ്ലനേഷൻ കൊടുക്കുക, ആൾക്കാർക്ക് വേണ്ട എക്സ്പ്ലനേഷൻ കൊടുക്കും. കുറെ കരച്ചിൽ ഇതും ആക്കല്ല. കോമഡിക്ക് വേണ്ടി ചെയ്ത ഇത് നീ ആക്ട് ചെയ്യുന്നതാണോ നമുക്ക് സംശയമുണ്ട്. മൂക്കലല്ലോ ഒലിക്കുന്ന തുടക്ക് കൊടുക്ക, തുടക്കാൻ നിങ്ങൾ കൊടുക്കുക. എന്താന്ന് വെച്ചാ വേഗം സംസാരിക്കും. മോനെ നിന്നെ പുറത്താക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. എല്ലാരും നിന്നെ പുറത്താക്കാനാ പറയുന്നത്. എല്ലാരും നിന്നെ പുറത്താക്കാനാ പറയുന്നത്. ഒരാൾ പോലും നിന്നെ പുറത്താക്കണ്ടെന്ന് പറയുന്നില്ല. ഒരാൾ പോലും പറയുന്നില്ല. എല്ലാരും കിക്ക് എന്ന് പറയുന്നത്. എല്ലാരും കളിയാക്കി ചിരിക്കാൻ നിന്നെ നോക്ക്. ഒരാൾക്ക് പോലും നിന്റെ ഇത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, നിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലായോ? എന്താ നിനക്ക് പറയാനുള്ളത് പറ. നീ എന്തിനങ്ങനെ ചെയ്തു? അങ്ങനെ എന്തിനാണ് പോയി പറഞ്ഞു? ഞാനൊന്നും ചെയ്യൂല, ഞാൻ ലൈവിലൊന്നും ചെയ്യൂല. ലൈവിൽ ഇനി അല്ലെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട. നീ ലൈവിലില്ല മമ്മൂ. ഒന്നാമത്തെ കാര്യം അതെനിക്ക് മനസ്സിലായി. അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു. പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോൾ സൂക്ഷിക്കണ്ടേ? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞ സൂക്ഷിക്കാൻ? ഒന്നും ചെയ്യൂല, അതിന് പുറത്താക്കല്ല. ഇത്രയും ഇടതില്ല നീ മാത്രല്ലല്ലോ. 1 year സസ്പെൻഷൻ എന്ന് പറയുന്നുണ്ടോ? ഇല്ലടാ അങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇവൻ നാളെ പിന്നെയും പോയിട്ട് എന്തെങ്കിലും ചെയ്യും. ബാക്കിയല്ലടാ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരുത്തം വന്നിട്ട് എല്ലാവർക്കും മോശം പേര് മേടിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സീനാണ്. അങ്ങനെ പത്ത് കാര്യമില്ല. എല്ലാരും കിക്ക് എന്നാ പറയുന്നത്. സ്റ്റിൽ നീ കരയുന്ന കേട്ടോ ആൾക്കാർ കിക്ക് എന്നാ പറയുന്നത്, നിന്നെ പുറത്താക്കുന്ന പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഇവിടെ ചാറ്റ് പറയുന്നതിന്റെ അപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അമ്മോ. ഞാൻ പറയട്ടെ, ഒരു നല്ല ബോർഡിങ്ങിൽ ഞാൻ ആക്കിത്തരാം. ഞാൻ ചിലവെല്ലാം ഞാൻ നോക്കിക്കോളാം. ബോർഡിങ്ങിൽ പോയിട്ട് കുറച്ചാലും നിൽക്ക്, കുറച്ച് ഒന്ന് മൈൻഡിൽ ഇതാകട്ടെ, മൈൻഡ് മാറട്ടെ. നിന്റെ ഈ മൈൻഡ് വെച്ചിട്ട് സീനാടാ. ഇവിടെ നിൽക്കാൻ പറ്റില്ലടാ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഒന്നും പറയില്ല, പെണ്ണുങ്ങളെ ഒന്നും പറയില്ല. സിംഗമെല്ലാം നീ പറ. നീ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ടീമിൽ ഞാൻ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കട്ടെ. ഇവനെ പുറത്താക്കണം എന്ന് പറയുന്നവര് ഒന്ന് കൈവോക്കിയ. പുറത്താക്കണം എന്ന് പറയുന്നവര് നിന്റെ ഒപ്പീനിയൻ പറഞ്ഞ റാംബോന്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു. റാംബോന്റെ എന്താ അഭിപ്രായം? നമ്മളെല്ലാരും ഒരു ടീമിലുള്ളതല്ലേ, എല്ലാവരും അഭിപ്രായങ്ങൾ തുറന്നു പറ. ഒരാൾക്ക് എന്താ തുറന്നു പറ. പിന്നെ ഇവിടെ ഒരു തീരുമാനമാക്കണ്ടേ? ആ ബുദ്ധിയ പോലെ അല്ലാണ്ട് ബോണ്ട വായിലിട്ട് ബുദ്ധിയ പോലെ അഭിപ്രായം പറ. നിന്റെ എന്താ അഭിപ്രായം പറ. നിനക്ക് എന്താ തോന്നുന്നത്? ഒന്നാമത്തെ കാര്യം നമ്മളോട് പറഞ്ഞു, എടാ ഇതെല്ലാവർക്കും റെസ്പോൺസിബിൾ, എല്ലാവർക്കും ഒരുപോലെയാണ്. ഇതെല്ലാവർക്കും ഒരുപോലെയാണ് ബാധിക്കുന്നത്. ഗ്യാങ്ങിനെ എല്ലാവർക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾക്ക് വേണ്ടി മാത്രം ഇതാകുന്നല്ല. പിന്നെ നിങ്ങൾ എല്ലാവരും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ഇത് ആൾക്കാർ എന്താ ഇതാക്കുക? നിങ്ങൾ എല്ലാവരും അങ്ങനത്തെ ആൾക്കാരെന്നാ പറയാ.
ഒരു തെറ്റോ ചെയ്ത എടാ ഇവൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല. ഇവൻ പറഞ്ഞ കാര്യം എന്താ അറിയോ, ഇവിടെ ഒരു തെറ്റോ ചെയ്തതിന് നമ്മൾ കൂട്ട് നിൽക്കല്ല വേണ്ടത്. നമ്മള് ടീമാണ്, ശരിയാണ്, ഗ്യാങ്ങാണ്, ഫാമിലി പോലെ കഴിയുന്നത്. പക്ഷെ ഒരു തെറ്റ് ഒരാളെ കൊന്നിട്ട് ഞാൻ പറയുന്നത് കൂടെ നിൽക്കണോ? ഇല്ല, അങ്ങനെ നിൽക്കരുത്. അങ്ങനെയല്ല ഇതങ്ങനല്ല. ഇത് കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റല്ല, കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റല്ല. കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റുകളുണ്ട്. ഒരു മിനിറ്റ്, കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റുകളുണ്ട്. ഒരാളെ കൊന്നിട്ട് വന്നാൽ കൂടെ നിൽക്കാൻ പറ്റുമോ? ഒരാളെ കൊന്നിട്ട് വന്നാൽ കൂടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. ഇല്ല, എല്ലാം അങ്ങനെ പറ്റുന്ന ഇതല്ല. പിന്നെ നീ എന്ത് വിചാരിച്ചിട്ട് ഇത് പറഞ്ഞത്? നിക്ക് എല്ലാരും കൂടെ അടുത്ത്. പിന്നെ എന്ത് വിചാരിച്ചിട്ടാ പറഞ്ഞത്? ഞാൻ ഇത് കേട്ടത് സത്യം വിചാരിച്ച പണ്ട് വിചാരിച്ചുള്ളൂ ഇതൊന്നും എതിരെ വരുമെന്ന് മൂക്കുന്നല്ല അതല്ലോ വരുന്ന. ഒന്നാമത്തത് ഇല്ലാത്തതാണ്. ഇപ്പോഴാണ് ഇവരടക്കം അറിയുന്നത് ഇതൊക്കെ സംഭവം ഇല്ലാത്തതാണ് എന്നുള്ളത്. ഇല്ലാത്താന്ന് പറഞ്ഞാലോ ഒരാളെ പോയി പറഞ്ഞോ? ഓൻ പറഞ്ഞ തമാശക്ക് ആയിക്കോട്ടെ, സീരിയസ് ആയിക്കോട്ടെ, നടന്നതായിക്കോട്ടെ, നടക്കാത്തതായിക്കോട്ടെ, ഓൻ പോയി പറഞ്ഞോ? അത് ആൾക്കാർ കേട്ടോ? ഗ്യാങ്ങിനെ എല്ലാരെയും ബാധിച്ചോ? അത്രേ ഉള്ളൂ. ഇല്ലടാ, പുറത്താക്കാൻ ഞാൻ പറയില്ല. പക്ഷെ നീ ചെയ്തത് വലിയ തെറ്റാ. പുറത്താക്കണോ വേണ്ടെന്നുള്ളത് ഞാനല്ല പറയേണ്ടത്, അത് ആൾക്കാർ പറയണ്ടത്. പുറത്താക്കണോ വേണ്ടത് ഞാൻ പറയൂല. പക്ഷെ നീ ഒരാളെ കൊന്നിട്ട് വന്നാലും നമുക്ക് എല്ലാവർക്കും ഒപ്പരം നിൽക്കാൻ പറ്റില്ല. സൊസൈറ്റിനെ നമ്മൾ നോക്കാം, അങ്ങനെ കൂടെ നിൽക്കാൻ പറ്റൂല. എല്ലാ കാര്യവും അങ്ങനെ കൂടെ നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയല്ലോ. തമാശക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് കൂടെ നിൽക്കാം. നമ്മൾ തുണിയൂരി കളിക്കലുണ്ട്, അതിൽ തമാശയിൽ പെടുന്ന. ഇതങ്ങനെ തമാശയിൽ പോകുന്ന ഒരു കാര്യമല്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും ഇവൻ ഒരാളെ കൊന്നിട്ട് വന്നാലും നമ്മൾ കൂടെ നിൽക്കേണ്ടി വരും. അതിങ്ങനെ ഇതാവും, പോസിബിൾ ആവും. നമ്മൾ 5 പേര് മാത്രമല്ലല്ലോ, നമ്മള് സൊസൈറ്റിനോട് പ്രതിബദ്ധതയുള്ള ആൾക്കാരല്ലടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സൊസൈറ്റിനോട് പ്രതിബദ്ധത ഉള്ള ആള് ആടെ ഇവ ഇത് പറയുമ്പോ നോക്കി നിൽക്കല്ലേ ചെയ്തത്? എന്റെ ഭാഗത്തുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പകുതി തെറ്റി എന്റെ ഇല്ല, പകുതി അല്ല, അതിന്റെ മുകളിൽ എന്റെ ഇല്ല. ഞാൻ കേട്ടിരുന്നില്ല. അവിടെ 1.5 മണിക്കൂർ ഈ ബുദ്ധി ഇല്ലാത്ത ഐഡി ചെറുക്കൻ ആടുന്ന് പറയുന്നത് കേട്ടിരുന്നത്. 10 മിനിറ്റ് അത് ആടെ അപ്പൊ പറഞ്ഞിട്ട് ക്യാമറ അങ്ങനത്തെ ഒരു ചവിട്ടി വിടണായിരുന്നു. ആ ക്യാമറ നിങ്ങൾ ചവിട്ടി വിടണായിരുന്നു. 10 മിനിറ്റ് എന്റെ മൈൻഡ് വേറെ അടുത്തേക്ക് പോയി. ആ ടൈമിൽ ഇത് സംഭവിച്ചു. അങ്ങനെ നോക്കാനാണെങ്കിൽ ഈ ഇന്റർവ്യൂ ചെയ്ത അവള്, ഇവരുടെ മീഡിയ, വെറൈറ്റി മീഡിയ, ഇവർക്ക് എല്ലാവരും അത് തെറ്റ് വരുന്നുണ്ട്. ബാക്കിയുള്ള കാര്യത്തില് എല്ലാരും കൂടെ ചേർന്ന് മുന്നോട്ട് പോകാം. കിക്കുന്ന ആൾക്കാർ എല്ലാരും കിക്കുന്ന പറയുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യണം? ബാക്ക് ടു എഡ്യൂക്കേഷൻ. അതാ ഞാൻ പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ല ഞാൻ പറയുന്നത് കേൾക്കും. മമ്മു, എന്തായാലും നിനക്ക് വിദ്യാഭ്യാസം ഇല്ല, അതാണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. എടാ, അത് ഒരു തുണി കൊടുത്ത കയ്യിൽ എന്റെ മേത്തല്ലാവും ഇത്. ഈ വൃത്തിയില്ലാത്ത ജീവി. എടാ നാറി, ഞാൻ പറയുന്നത് കേൾക്കണം അങ്ങോട്ട്. ഞാൻ പറയുന്നത് കേൾക്ക്. എന്തായാലും ഇവിടുന്ന് പോവുക. കുറച്ചു കാലം ഞാൻ പറയുന്നത് കേൾക്ക്. കുറച്ചു കാലം ബോർഡിങ്ങിലോ അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലത്ത് നിൽക്കുക. എന്തെങ്കിലും കൗൺസിലിംഗ് ഇതെല്ലാം അവർ പറയുന്നുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഇത് പോയിട്ട് എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്, വിവരമില്ലാത്തതിന്റെ പ്രശ്നമാണ്. നിന്നോട് നമുക്ക് സ്കൂളിലൊന്നും പോകണ്ട, ബോർഡിങ്ങിൽ ഞാൻ കൊണ്ടാക്കി തരാം. ഞാൻ ചെലവെല്ലാം നോക്കിക്കോളാം. കുറച്ചു കാലം ഒറ്റക്കൊന്നല്ല, അവിടെ ആൾക്കാരുണ്ടാവും. അവിടെ കുറച്ചു കാലം പോയി നിന്നാ ഒന്ന് ഇതാവും, ഒന്ന് മെച്യൂർഡ് ആയിട്ട് നിനക്ക് തിരിച്ചു വരാം. ഇങ്ങനെ നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ പറയാ മോനെ ഇത് വെറുതെ ഇതാക്കാൻ കഴിയില്ലടാ. നീ ആലോചിച്ച് നോക്കിയാ മമ്മു, നീ ആലോചിച്ച് നോക്ക്. പണ്ടത്തെ പോലെ ആണോ ഇപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോ ചെറിയ ഇത്രയുള്ള മുട്ട പൈതല് 5 വയസ്സുള്ള ചെക്കൻ മുതല് 70 വയസ്സുള്ള ഉമ്മാമ്മമാർ വരെ നമ്മൾ അടുത്തേക്ക് വരുന്നുണ്ട് അല്ലെ? അങ്ങനെ ഒരു ആൾക്കാരുടെ മുന്നിൽ ആൾക്കാരെല്ലാം കാണുന്ന സ്ഥലത്ത് അവരെല്ലാരും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താടാ? നീ എന്താന്ന് അവിടെ പോയി പറഞ്ഞത്? നശിപ്പിച്ചില്ലടാ നീ. ഇല്ലടാ, എനക്ക് ഒരു ഇതൊന്നും ഞാൻ നിന്നെ പുറത്താക്കണമെന്ന് ഞാൻ പറയില്ല. നീ എല്ലാവരും അഭിപ്രായം എടുക്കും. ചെറിയ പണിഷ്മെന്റിലൊന്നും ഒതുക്കാൻ പറ്റുന്ന കാര്യം അല്ലല്ല. ഇത് അല്ല, അശ്വിനേട്ടൻ പറഞ്ഞ ഇതിനല്ല പുറത്താക്കണം. അതായത് ഓർഗ തീരുമാനിച്ചു പുറത്താക്കാൻ പറഞ്ഞു. പുറത്താക്കാൻ പറഞ്ഞു മീൻസ് എന്നോട് പറഞ്ഞു അൾട്ടിമേറ്റ്ലി എനിക്ക് തീരുമാനം എടുക്കാം. പക്ഷേ ഓഡിയൻസിന്റെ ഇത് നോക്കിയിട്ട് തീരുമാനം എടുക്കാം. എനിക്ക് വിട്ടാന്നല്ല, ഓഡിയൻസിന് വിട്ടുകൊടുത്തു. അതായത് ഓഡിയൻസ് പുറത്താക്കാൻ പറഞ്ഞാൽ പുറത്താക്കണം, അല്ലെങ്കിൽ പുറത്താക്കണ്ട. അങ്ങനെ Consider his age. The age of 17, all the boys got
ക്യൂരിയോസിറ്റി. ഈ റിയാക്ട് ചെയ്ത ആൾക്കാർ പോലും പലതും കാട്ടിക്കാണും ആ ഏജിൽ. ഹി അക്സെപ്റ്റ് ഹിസ് മിസ്റ്റേക്ക്, ഗിവ് ചാൻസ്. നീ എന്ത് മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയതാ? എനിക്ക് ഈ പറഞ്ഞതിലോ ചെയ്ത് എനിക്ക് ഇവന് ഇംഗ്ലീഷും അറിയില്ലല്ലോ ഇവന്. പറഞ്ഞില്ലേ ആ പറഞ്ഞതില് നിങ്ങക്ക് ദുഃഖം ഉണ്ടോ, സങ്കടം ഉണ്ടോ, മാപ്പ് പറയുന്നുണ്ടോ ആൾക്കാരോട്? ആ ഇഷ്ടല്ല പറഞ്ഞത്. പക്ഷെ ഇത്ര രണ്ട് നിലക്ക് ഇങ്ങനെ ശരിക്കും അങ്ങനെ സംഭവം ഇല്ലല്ലോ. ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞത്. പക്ഷെ ഇത് ഇത്രയും ഇങ്ങനെ ആവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പറ, ബാക്കി ആൾക്കാരെ ഒപ്പീനിയൻ പറ. മെമ്പേഴ്സ് തൊട്ട് കുറെ ഇവിടെ മുട്ടുകുറ്റി ഒതുങ്ങിയ പോലെ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കൊന്നും ഒരു അഭിപ്രായം ഇല്ലേ? ഇതെന്തോ ഇത് ഞാൻ ഇവനെ പുറത്താക്കുന്ന പോലെ എന്നുള്ളത്, ഇത് ഞാൻ തീരുമാനം എടുക്കുന്ന പോലെ ഉള്ളത്. നിങ്ങൾക്കൊന്നും ഒപ്പീനിയൻ ഇല്ലേ? നിങ്ങൾ എന്താ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്? നീ എന്താ സപ്പോർട്ട് ചെയ്യുന്നു? മുനോ കൊറേ വാണിങ് ഞാൻ കൊടുത്തതാ ഇവന്, ഞാൻ കൊറേ വാണിങ് ഞാൻ കൊടുത്തതാ. അവര് കുത്തി കുത്തി ചോദിച്ചപ്പോ അതാണ്